നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. രാജ്യത്ത് ബീഹാർ തെരഞ്ഞെടുപ്പിന് ശേഷം ഓരോ സംസ്ഥാനങ്ങളിലും വ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുന്ന സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ അഥവാ SIR എന്ന നടപടി ഒരു രീതിയിലും നടപ്പിലാക്കാൻ തങ്ങൾ സമ്മതിക്കില്ല എന്ന് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും തമിഴ്നാട് മുഖ്യമന്ത്രിയായ MK സ്റ്റാലിനും വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇതിന് ഏതറ്റം വരെയും പോകും, കൃത്യമായി പറഞ്ഞാൽ തെരുവിലിറങ്ങും. അതിൻ്റെ പേരിൽ എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല. ജനാധിപത്യ ധ്വംസനമാണ് നടക്കുന്നത്. അതായത് തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്താൻ കഴിയാത്ത നടപടിക്രമമാണ് ഇവിടെ BJP സൃഷ്ടിക്കുന്നത്. BJPയുടെ കള്ളക്കളിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒത്താശയോടുകൂടി നടപ്പിലാക്കുന്ന ഈ ഇന്റൻസീവ് റിവിഷൻ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അടിപതറിയതിനു ശേഷം BJPക്ക് പുതിയ മാർഗനിർദ്ദേശമാണ് ജ്ഞാനേഷ് കുമാർ അടങ്ങുന്ന ടീം നൽകിയത്. അതിൻ്റെ ഭാഗമായാണ് ഈ SIR നടപടി. ഇതിൽ പൂരിപ്പിക്കേണ്ട ഫോമുകൾ, ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന നിബന്ധനകൾ, ഇതൊക്കെ സാധാരണക്കാരെ വിഡ്ഢികളാക്കുന്ന, കഴുതകളാക്കുന്ന രീതിയിലുള്ള തീരുമാനങ്ങളാണ്. ജനങ്ങളെ മുഴുവൻ ദ്രോഹിക്കുന്ന നടപടികളാണ് ഇതിൽ എടുത്തിട്ടുള്ളത്. ഈ പദ്ധതി വഴി സാധാരണക്കാരായ വോട്ടർമാരെ പലരെയും മാറ്റാൻ വേണ്ടിയുള്ള കളികളാണ്. എന്നാൽ ഇതിൽ നിന്നും മാറ്റപ്പെടുന്നത് ആരൊക്കെ എന്നുള്ളത് കൃത്യമാണ്. ബീഹാറിൽ മുസ്ലിം ജനത്തെ കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെയായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ഒരു നാറിയ കളി കളിച്ചത്. ജ്ഞാനേഷ് കുമാർ വലിയ തോതിലുള്ള അഴിമതിയാണ് കാണിച്ചിരിക്കുന്നതെന്നും എന്നാൽ സുപ്രീം കോടതിക്ക് ഒന്നുമേ ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലൂടെയാണ് നാം കടന്നു പോകുന്നതെന്നും ഈ രാജ്യത്ത് EVM തല്ലി പൊട്ടിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന തരത്തിൽ തന്നെയാണ് ഇവരെല്ലാം പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ബാലറ്റ് പേപ്പർ സിസ്റ്റം തിരികെ കൊണ്ടുവന്നാലുള്ള ഭവിഷ്യത്ത് എന്താണെന്ന് BJPക്ക് അറിയാം. അധികാരം നിലനിർത്താൻ വേണ്ടി എന്ത് തോന്നിയാസവും കാണിക്കുന്ന നടപടിക്രമങ്ങൾ, അതും ഭൂരിപക്ഷം ഇല്ലാത്ത സംസ്ഥാനങ്ങളിൽ കേവല ഭൂരിപക്ഷവും അതിനപ്പുറവും കടക്കുന്ന രീതിയിലേക്ക് വലിയ തോതിലുള്ള അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം കളിക്കുകയാണ്. ഉത്തർപ്രദേശിലെ നേതാവായ അഖിലേഷ് യാദവ് പറഞ്ഞ ഒരു കാര്യം ഓർക്കുക. SIR നടപടികൾ എന്തിനു വേണ്ടിയാണ്? നാളെ നിങ്ങളുടെ വോട്ടവകാശം റദ്ദാക്കപ്പെടും. അതിനുശേഷം ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പേ ഉണ്ടാകില്ല. ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടാകണമെങ്കിൽ വലിയ തോതിൽ പണം ചെലവാക്കണം. കേന്ദ്ര സർക്കാർ ഉടനടി അതിനുവേണ്ടിയുള്ള ഭേദഗതിക്കും തയ്യാറെടുത്ത് നിൽക്കുകയാണ്. സുപ്രീം കോടതിയുടെ പരിധിയിൽ നിന്നും വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ നിന്നും ഒക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഒഴിവാക്കുന്നത് എന്തിൻ്റെ പേരിലാണ്? ഈ രാജ്യത്തെ സന്തുലിതാവസ്ഥ തകർക്കപ്പെടുകയാണ്. ഈ രാജ്യം ഒരു മതരാജ്യമാക്കി മാറ്റാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഈ രാജ്യം അപകടകരമാകുന്ന വിധത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നും ഇത് തടഞ്ഞില്ലെങ്കിൽ പിന്നെ ഒരിക്കലും രക്ഷിക്കാൻ കഴിയില്ല എന്നും പറഞ്ഞിരിക്കുന്നു. ഇന്ത്യ മുന്നണിയുടെ നേതാക്കൾ സംയുക്തമായി കൂടിയാലോചിക്കുന്നത് മാത്രമല്ല ഇപ്പോൾ നടക്കുന്നത്. വെവ്വേറെയും പല രീതിയിലുള്ള തീരുമാനങ്ങൾ, പോരാട്ടങ്ങൾ അതാത് സംസ്ഥാനങ്ങളിൽ നടക്കുന്നു. കോൺഗ്രസ് ഭരണത്തിലുള്ള കർണാടകത്തിലും തെലങ്കാനയിലും അതുപോലെ തന്നെ ഹിമാചൽ പ്രദേശിലും ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങളെ ഒരിക്കലും അംഗീകരിക്കില്ലെന്നും അത് മരവിപ്പിക്കാൻ, അതായത് ആ നടപടിക്രമങ്ങളെ തടയാൻ ആവുന്നതെല്ലാം ചെയ്യുമെന്നും അതാത് സർക്കാരുകൾ വ്യക്തമാക്കുന്നു.